ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ LD ക്ലർക്ക് പരീക്ഷയിൽ 10 ജില്ലകളിൽ PSC പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മെയിൻ ലിസ്റ്റ്, അതിലുൾപ്പെട്ടിട്ടുള്ളവരുടെ എണ്ണം, കട്ട് ഓഫ് മാർക്ക്, കഴിഞ്ഞ തവണ ഇതേ പരീക്ഷയിലെ റാങ്ക് ലിസ്റ്റ്, അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് തുടങ്ങിയ നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കേണ്ട ചില കാര്യങ്ങളാണ്. അതിനു മുന്നേ ഒരു കാര്യം പറയാം. നമ്മളിപ്പോൾ നമ്മുടെ ചാനലിൽ ചെയ്യുന്നത് 10ാം തരം മെയിൻസ് പരീക്ഷ അല്ലെങ്കിൽ വരാൻ പോകുന്ന LD ക്ലർക്ക് പരീക്ഷ, ഇതിനെ ലക്ഷ്യം വെച്ചിട്ടുള്ള ക്ലാസ്സുകളാണ്. അതായത് PSC പൊതുവിജ്ഞാന ഭാഗത്തും സയൻസ് ഭാഗത്തുമൊക്കെ വിവിധങ്ങളായ പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഓരോ പോർഷനുകളെടുത്ത് ആ പോർഷനുകളെ കീറിമുറിച്ച് ആ പോർഷനുകളുമായി ബന്ധപ്പെട്ടുള്ള SCERT ക്ലാസ്സുകൾ, അതിൻ്റെ പാഠഭാഗങ്ങൾ തിരഞ്ഞെടുത്ത്, പ്രസ്താവന ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത്, അവയുടെ അനുബന്ധ വിവരങ്ങൾ തിരഞ്ഞെടുത്ത് തൊഴിൽ വീതിയിൽ പബ്ലിഷ് ചെയ്യുന്ന ആ പങ്ക്തിയാണ് നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ ക്ലാസ് എടുത്ത് മുന്നോട്ട് പോകുന്നത്. താല്പര്യമുള്ളവർ വീഡിയോ ഒന്ന് കയറി കണ്ടു നോക്കുക. 10 ജില്ലകളിലും കൂടി 2237 പേരുടെ കുറവാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് വന്നിരിക്കുന്നത്. അതായത് ഒരു ജില്ലയിൽ 200 പേരെയെങ്കിലും കുറച്ചിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ 200 പേര് ഭയങ്കരമായൊരു കുറവാണോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ലിസ്റ്റിലെ നിയമനം വെച്ച് നോക്കുമ്പോൾ അത്ര ഭയങ്കരമായ കുറവല്ല. കഴിഞ്ഞ ലിസ്റ്റിൽ ഈ ഇത്രയും ജില്ലകളിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളവരുടെ എണ്ണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 10 ജില്ലകളിൽ 17,000 പേരെ ഉൾപ്പെടുത്തി. നമുക്കറിയാം 17,000 പേരെ ഉൾപ്പെടുത്തിയെങ്കിലും 10,000 പേർക്ക് പോലും ഇതുവരെ നിയമനം ലഭ്യമായിട്ടില്ല. ഈ വരാൻ പോകുന്ന ജൂലൈയിൽ ഈ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കും. ഇനി 5 മാസം കഷ്ടിച്ച് ബാക്കി നിൽക്കേ. 5 മാസം ഇല്ല, മാർച്ച് ഫുള്ളില്ലല്ലോ. അപ്പോൾ ജൂലൈ 31 ഈ ലിസ്റ്റ് കാലാവധി അവസാനിക്കുമ്പോൾ 10,000 പേർക്ക് പോലും നിയമനം കൊടുക്കാൻ സാധിക്കാതെ വന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ലിസ്റ്റിൽ വന്ന് നിരാശരാകുന്നതിനേക്കാൾ നല്ലത് കുറച്ചുകൂടി ബെറ്ററായി പഠിച്ച് അടുത്ത ലിസ്റ്റിൽ നമ്മൾ വരുന്നതാണ്. എൻ്റെ ഒരു നിഗമനമാണ്. നിങ്ങൾക്കങ്ങനെ തോന്നണമെന്നില്ല. ഒരുപാട് കുട്ടികൾ നിരാശയിലാണ്. എനിക്കറിയാം, നന്നായി വർഷങ്ങളായിട്ട് പരിശീലിക്കുന്ന കുറേയേറെ പേരുണ്ട്. എന്നാൽ കുറേ പേര് സന്തോഷത്തിലുമാണ്. മെസ്സേജ് വന്നവരും മെസ്സേജ് വരാത്തവരും ഒക്കെ ഒരുപാട് വോയിസ് കോളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. എനിവേ, തിരുവനന്തപുരം ജില്ലയിൽ ആകെ 2259 പേരെ ഉൾപ്പെടുത്തി. കഴിഞ്ഞ വർഷം അത് 2600 ആയിരുന്നു. പക്ഷേ കട്ട് ഓഫിൻ്റെ ആ ഒരു താരതമ്യം നിങ്ങൾ ചിന്തിക്കുക. അവിടെ 2600 പേരെ ഉൾപ്പെടുത്തിയതേ ഉള്ളൂ. വെറും 400 പേരെ കൂട്ടിയപ്പോൾ കട്ട് ഓഫ് 52 അല്ലെങ്കിൽ 53. ഇപ്പോഴത്തെ കട്ട് ഓഫ് ആവട്ടെ 73. 400 പേർക്ക് ആ ഒരു റേഞ്ചിൽ വ്യത്യാസം 20 മാർക്കാണ് കട്ട് ഓഫ്. അതായത് പഠിച്ച് മത്സരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അതിനുവേണ്ടി കൂടുതൽ സമയം വിനിയോഗിച്ച് പഠിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്ത പത്തനംതിട്ട ജില്ല എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തതിനേക്കാൾ 2 പേരെ കൂടുതൽ ആൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. എനിവേ, അതല്ല വിഷയം. 52 എന്നുള്ള കട്ട് ഓഫ് 58 പോയിൻറ്റ് സംതിങ് ആയിട്ട് ഉയർന്നിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും താരതമ്യേന കഴിഞ്ഞ വർഷത്തേക്കാൾ 100 പേരെ, 200 പേരെ, 400 പേരെ വരെ കുറച്ചാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും കുറച്ചിട്ടേ ഉള്ളൂ എങ്കിൽ പോലും കട്ട് ഓഫിൽ താരതമ്യേന വലിയൊരു മാറ്റമാണ്. ആ ഒരു വലിയ മാറ്റം പ്രകടമാകാത്തത് കണ്ണൂർ ജില്ലയിൽ മാത്രമാണ്. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് 55 ആയിരുന്നു. ഈ തവണ 300ഓളം പേരെ കുറച്ചപ്പോഴും കട്ട് ഓഫ് 57 തന്നെ നിൽപ്പുണ്ട്. ബാക്കി എല്ലാ ജില്ലകളിലും കട്ട് ഓഫിൽ ഭയങ്കരമായ മാറ്റം. ഏറ്റവും പ്രകടമായ മാറ്റം ഞങ്ങളുടെ ജില്ലയായിട്ടുള്ള ആലപ്പുഴയാണ്. ആലപ്പുഴ കഴിഞ്ഞ തവണ 49 ആയിരുന്നു കട്ട് ഓഫ്. 1400 പേരെ ഉൾപ്പെടുത്തി. ഈ തവണ 1200 പേരെ ഉൾപ്പെടുത്തിയപ്പോൾ കട്ട് ഓഫ് 63 ഉയർന്നു.
ഇതാണ് നമ്മൾ താരതമ്യ പഠനം നടത്തേണ്ടത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഉദ്യോഗാർത്ഥികളെ കുറച്ചിട്ടുണ്ടെങ്കിൽ പോലും കട്ട് ഓഫ് മാർക്കിൽ വൻ വർധനയാണ്. ആ ഒരു കട്ട് ഓഫ് മാർക്കിൽ ഇത്രയും വലിയ വർധന വന്നതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠിക്കുന്നവരുടെ എണ്ണം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണെങ്കിലും ആ തയ്യാറെടുപ്പ് വളരെ കഠിനമാണ്. അപ്പോൾ വരാൻ പോകുന്ന LD ക്ലർക്ക് പരീക്ഷ നിങ്ങളുടെ മനസ്സിലെ ലക്ഷ്യത്തിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇതേ പേസിൽ ഇതുപോലെ തന്നെ പഠനം തുടരുക. കുറച്ച് പേരൊക്കെ വളരെ നേരിയ മാർക്കിൽ ലിസ്റ്റിൽ നിന്ന് ഒഴിവായി കാണും. നമുക്ക് ഓരോ കാര്യങ്ങൾ നടക്കുന്നതിനും ദൈവം ഓരോന്ന് ചിന്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഈ ചെറിയ മാർജിനിൽ, അതായത് 72.67 തിരുവനന്തപുരത്ത് വന്നപ്പോൾ 72 മേടിച്ച അല്ലെ 71 മേടിച്ച നിരാശ അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികൾ കാണും. അവരോട് എനിക്ക് പറയാനുള്ളത്, അടുത്ത തവണത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 80 വാങ്ങാൻ സാധിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ 3 വർഷം LD ക്ലർക്ക് എന്ന് പറഞ്ഞ് മരിച്ചു പഠിക്കാനൊന്നും ഞാൻ പറയില്ല. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മടുപ്പും നിരാശയുമായിരിക്കും ഫലം. നിങ്ങൾ നിങ്ങളുടേതായ പേസിൽ പഠിക്കുക. ഇതിൻ്റെ കൂടെ ഒരു സൈഡായിട്ടൊരു ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ജോലി ചെയ്യാൻ തന്നെ പോവുക. 2 മണിക്കൂർ ദിവസം പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക. ഈ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ്, മലയാളം, കണക്ക്, ഡെയിലി വരുന്ന പത്രം, കാരണം ഇന്നത്തെ പത്രവാർത്തകളാണ് അന്നത്തെ പരീക്ഷയുടെ ആനുകാലികം. എല്ലാ ദിവസത്തെയും പത്രവാർത്തകൾ കട്ടിങ്സായിട്ട് എഴുതി വെച്ച് സൂക്ഷിക്കുക. ഇങ്ങനെ ആ ഒരു പ്രധാനപ്പെട്ട മേഖലയെ പഠിച്ചു തീർത്താൽ, അതുപോലെ SCERT നന്നായിട്ട് 5 മുതൽ 10 വരെ പഠിക്കുക. ഇത് പഠിച്ചു തീർത്താൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ്, മലയാളം, കണക്ക്, സയൻസ്, അതുപോലെ തന്നെ ആനുകാലികം, ഈ 50 മാർക്കിൽ ഒരുപാട് ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. ഒരുപാട് പ്രസ്താവനകളോ കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻസോ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ആദ്യം ഈ മേഖലയ്ക്ക് ഇമ്പോർട്ടൻസ് നൽകി തന്നെ പഠിക്കുക. അതിനുശേഷം GK, മുൻവർഷ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഈ 25 മുതൽ 27, 28 LDCയുടെ പരീക്ഷ വരുന്ന ആ കാലയളവ് വരെ PSC ചോദിക്കുന്ന GK ചോദ്യങ്ങൾ, അവയെ കീറി മുറിച്ച് പഠിക്കുക. ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പങ്ക്തി കൃത്യമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അടുത്ത LD ക്ലർക്ക് ലിസ്റ്റിൽ ഈ നിരാശയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെല്ലാം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.